പ്രൈസലോ കർത്താവിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവദിന ചിന്തയ്ക്കായി ഒരു ദൈവദിന ഭാഗം വായിക്കുന്നു. ഉത്തമഗീതം 4-ാം അധ്യായം എന്റെ 12-ാമത്തെ വാക്യം. എന്റെ സഹോദരി, എന്റെ കാന്ത കെട്ടി അടച്ചിരിക്കുന്ന ഒരു തോട്ടം, അടച്ചിരിക്കുന്ന ഒരു നീരുറവ്, മുദ്രയിട്ടിരിക്കുന്ന ഒരു കിണർ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഒരിക്കൽ അവതരം വായിക്കുന്നു. എന്റെ സഹോദരി, എന്റെ കാന്ത കെട്ടിയടച്ചിരിക്കുന്ന ഒരു തോട്ടം. അതാണ് നമ്മൾ പ്രസംഗിക്കുന്ന വിഷയം. അടുത്ത ഭാഗം പറയുന്നത് അടച്ചിരിക്കുന്ന ഒരു നീരുറവ്, മുദ്രയിട്ടിരിക്കുന്ന ഒരു കിണർ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയില് നല്ല കവിതാ രൂപത്തിൽ നമുക്ക് എഴുതി നമ്മുടെ ആത്മീയ ജീവിതത്തെ സ്വാധീനിക്കുന്ന, നമ്മളെ വളരെ ആകർഷിക്കുന്ന, നമ്മളിൽ വളരെ സ്നേഹം പ്രകടമാക്കുന്ന ഹല്ലേലൂയ ഒരു ശ്രേഷ്ഠമായ പുസ്തകമാണ് ഉത്തമഗീതം എന്ന് പറയുന്നത്. ഒരു നല്ല പ്രേമ കാവ്യമാണ് ഹല്ലേലൂയ, പ്രേമഗീതം. പ്രൈസലോ നാം വായിച്ച ദൈവവചനം ഉത്തമഗീതം 4-ാം അധ്യായം എന്ന് പറയുന്നത് പ്രിയൻ ശൂലേങ്കാരിയുടെ സൗന്ദര്യത്തെ വർണ്ണിക്കുക. ഹല്ലേലൂയ. ഇവിടെ പ്രിയൻ എന്ന് ഉദ്ദേശിക്കുന്ന ശലോമോനെ കുറിച്ചാണ് പറയുന്നത്. ശൂലേങ്കാരി, പ്രിയ. അപ്പൊ ശലോമോൻ എന്ന് പറയുന്ന ക്രിസ്തുവിന്റെ നിഴലായിട്ടാണ് നമ്മൾ ഉത്തമഗീതത്തെ പഠിക്കുന്നത്. ഹല്ലേലൂയ. അപ്പം പ്രിയൻ ശൂലേങ്കാരിയുടെ സൗന്ദര്യത്തെ വർണ്ണിക്കുന്നു എന്ന് പറയും. പുതിയ നിയമത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ പ്രിയനായിരിക്കുന്ന കർത്താവ്, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്റെ കാന്തയായിരിക്കുന്ന സഭയുടെ സൗന്ദര്യത്തെ വർണ്ണിക്കുന്ന ഭാഗമാണ് പുതിയ നിയമത്തിൽ നമുക്ക് പഠിക്കാൻ കഴിയുന്നത്. ഹല്ലേലൂയ. ഉത്തമഗീതം 4-ാം അധ്യായം അതിന്റെ 1 തൊട്ട് 7 വരെയുള്ള വാക്യങ്ങളില് പ്രിയൻ കാന്തയുടെ സൗന്ദര്യത്തെ വർണ്ണിക്കുന്നത്. 8 തൊട്ട് താഴോട്ടുള്ള വാക്യങ്ങൾ 15 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴേ ഹല്ലേലൂയ പ്രിയന്റെ ആഗ്രഹവും പ്രശംസയും, സഭയെക്കുറിച്ചുള്ള അല്ലെ കാന്തയെക്കുറിച്ചുള്ള പ്രിയന്റെ ആഗ്രഹവും പ്രശംസയുമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. ആ ഭാഗം വായിച്ചു വരുമ്പോഴാണ് നമ്മൾ വായിച്ച ഉത്തമഗീതം 4-ാം അധ്യായം എന്റെ 12-ാമത്തെ വാക്യത്തിൽ എന്റെ സഹോദരി എന്ന് അവിടെ ഫുൾ സ്റ്റോപ്പ് ഒരു കോമ ഇട്ടിട്ട് എന്റെ കാന്ത കെട്ടിയടച്ചിരിക്കുന്ന തോട്ടം, ഹല്ലേലൂയ, അടച്ചിരിക്കുന്ന ഒരു നീരുറവ്, മുദ്രയിട്ടിരിക്കുന്ന ഒരു കിണർ എന്നൊക്കെ പറയുന്നത്. മനസ്സിരുത്തി വളരെ ധ്യാനത്തോടെ ഈ ഭാഗം വായിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ വചനത്തെ അതിന്റെ ആത്മീയ അർത്ഥത്തിലേക്ക്, ആത്മീയ അനുഭവത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുള്ളൂ. പ്രൈസ്. ഇവിടെ നമ്മുടെ കർത്താവ് വളരെ സ്നേഹത്തോടെ, വളരെ ആദരവോടെ, പ്രൈസോ, തന്റെ കാന്തയായ സഭയെ നോക്കിയിട്ട് പറയുന്ന ഒരു ഭാഗമാണ് അടച്ചിരിക്കുന്ന, ഹല്ലേലൂയ, കെട്ടിയടച്ചിരിക്കുന്ന ഒരു തോട്ടമാണ് ദൈവസഭയെന്ന്, അടച്ചിരിക്കുന്ന ഒരു നീരുറവാണ് ദൈവസഭയെന്ന് പ്രിയൻ ശൂലേങ്കാരിയോട് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവും പറയുക. കർത്താവിന്റെ സഭ കെട്ടിയടച്ചിരിക്കുന്ന തോട്ടമാണ്, അടച്ചിരിക്കുന്ന ഒരു നീരുറവാണ്. പ്രൈസലോ. അപ്പം കർത്താവ് നമുക്ക് പുതിയൊരു പേര് തന്നിരിക്കുന്നത് കെട്ടിയടച്ചിരിക്കുന്ന തോട്ടം, അടച്ചിരിക്കുന്ന നീരുറവ്. പ്രൈസലോ. അങ്ങനെ വേദപുസ്തകത്തിൽ ദൈവസഭയ്ക്ക് അനവധി പേരുകളാണ്, ദൈവമക്കൾക്ക് അനവധി പേരുകളാണ് നമ്മുടെ കർത്താവ് തരുന്നത്. എല്ലാം വളരെ പ്രശംസനീയമായ, നമുക്ക് വളരെ സന്തോഷിക്കത്തക്ക നിലയിൽ, നമ്മുടെ മനസ്സിനെ ആകർഷിക്കുന്ന നിലയിലാണ് നമ്മുടെ കർത്താവ് നമ്മെ അഭിസംബോധന ചെയ്യുന്നത്. മനുഷ്യൻ ചെയ്യുന്നത് പോലെ, മനുഷ്യൻ പറയുന്ന പോലെ ഒന്നും അല്ല നമ്മുടെ കർത്താവ് നമ്മെക്കുറിച്ച് ഉദ്ദേശിക്കുന്നതും ചിന്തിക്കുന്നു. നമ്മുടെ കർത്താവ് നമ്മെ കുറിച്ച് വളരെ ശ്രേഷ്ഠമായ രീതിയിലാണ് ചിന്തിക്കുന്നത്. എന്നെ കേൾക്കുന്ന മാതാപി പിതാവീസ്, ലോകം ചിന്തിക്കുന്നത് പോലെയല്ല നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. നിങ്ങളെക്കുറിച്ച് അതിശ്രേഷ്ഠമായ രീതിയിൽ, ഏറ്റവും ഉന്നതമായ നിലയിൽ ആണ് കർത്താവ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതും കരുതുന്നതും നിങ്ങളെ സ്നേഹിക്കുന്നതും. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവ് പറയുന്നത് എന്റെ കാന്ത കെട്ടിയടച്ചിരിക്കുന്ന ഒരു തോട്ടമാണ്, അടച്ചിരിക്കുന്ന ഒരു നീരുറവാണ്,
മുദ്രയിട്ടിരിക്കുന്ന ഒരു കിണറാണ് എന്നൊക്കെ ഇത്ര സ്നേഹാദരവോടെ പറയാൻ വേറെ ആരാണ് പ്രിയരെയുള്ളത്? നമ്മുടെ കർത്താവിനെ കർത്താവല്ലാതെ ആരാ പറയുന്നത്? ഇവിടെ കർത്താവിന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മുടെ കർത്താവിനെ നമ്മൾ അധികമായിട്ട് സ്നേഹിക്കണം. പ്രൈസ്. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് യേശു കർത്താവിനെയാണ്. അത് കഴിഞ്ഞ് നിങ്ങൾ മറ്റെന്തിനെ സ്നേഹിക്കാവുള്ളൂ. ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞ എനിക്ക് എന്റെ ഭാര്യയെ സ്നേഹിക്കണം, എന്റെ ഭർത്താവിനെ സ്നേഹിക്കണം, എന്റെ മക്കളെ സ്നേഹിക്കണം, എന്റെ അപ്പനെയും അമ്മയെ സ്നേഹിക്കണം എന്നൊക്കെ നിങ്ങൾ പറയും. അതൊക്കെ നിങ്ങൾ ചെയ്തു, ഒന്നും വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹം കൊടുക്കേണ്ടത്, ഏറ്റവും കൂടുതൽ നിങ്ങൾ സ്നേഹിക്കേണ്ടത് അല്ലേലിയ യേശു കർത്താവിനെ ആയിരിക്കണം. കാരണം യേശു നിങ്ങളെ അത്രയധികം സ്നേഹിക്കുന്നു. നിങ്ങളുടെ മാതാപിതാക്കൾ തരാത്ത, നിങ്ങളുടെ ഭർത്താവ് ഭാര്യ, നിങ്ങളുടെ മക്കൾ തരാത്ത, ലോകം നിങ്ങളുടെ സഹോദരങ്ങൾ ബന്ധുമിത്രാദികൾ തരാത്ത സ്നേഹമാണ് യേശു നിങ്ങൾക്ക് തരുന്നത്. അല്ലേലിയ. യേശു നിങ്ങളെ കെട്ടിയടച്ചിരിക്കുന്ന തോട്ടമായി സൂക്ഷിച്ചിരിക്കുക. ആർക്കും വിട്ടുകൊടുക്കാതെ, ശത്രുവിന് വിട്ടുകൊടുക്കാതെ, സാത്താന് വിട്ടുകൊടുക്കാതെ, ലോകമാലിന്യ കൂമ്പാരങ്ങളിലേക്ക്, ചണ്ടിക്കൂമ്പാരങ്ങളിലേക്ക് പോകാതിരിക്കാൻ ദൈവം നിങ്ങളെ കെട്ടിയടച്ചിരിക്കുന്ന തോട്ടമായി സൂക്ഷിച്ചിരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. ഇപ്പൊ നമ്മുടെ കർത്താവ് നമുക്ക് നൽകുന്ന പേര് കെട്ടിയടച്ചിരിക്കുന്ന തോട്ടം. ഇവിടെ തോട്ടം എന്ന് പറയുന്നത് നിങ്ങളുടെ ശരീരത്തിന് അടയാളമാകുന്നു എന്നാണ് ഞാൻ ചില വ്യാഖ്യാനങ്ങളിൽ വായിച്ചത്. അതൊരു കണക്ക് പറഞ്ഞത് ശരി തന്നെയാണ്. തോട്ടം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് അടയാളമാകുന്നുവെങ്കിൽ നീരുറവ് എന്നത് നിങ്ങളുടെ പ്രാണനെ കുറിക്കുകയാണ്. പ്രൈസലോ. അപ്പം തോട്ടം നിങ്ങളുടെ ശരീരത്തിന് അടയാളമാക്കി പറയുമ്പോൾ നീരുറവ് നിങ്ങളുടെ പ്രാണനെ കുറിക്കുന്നു. അല്ലേലിയ. യജമാനൻ തന്റെ തോട്ടത്തിലെ നീരുറവിനെ അടച്ച് വെച്ച് കാത്തു സൂക്ഷിക്കുന്നു. പ്രൈസലോ. അല്ലേലിയ. നിങ്ങളുടെ ശരീരത്തിലെ, നിങ്ങളുടെ ഉള്ളിലെ പ്രാണനെ നമ്മുടെ കർത്താവ് അടച്ച് അല്ലേലിയ ആമൻ വെച്ച് സൂക്ഷിക്കുന്നു. ആമൻ നമ്മുടെ സഭ കെട്ടിയടച്ച സഭയായി അതിനകത്ത് ദൈവമക്കളെ അല്ലേലിയ നമ്മുടെ കർത്താവ് കെട്ടിയടച്ച് സൂക്ഷിക്കുന്നത് പോലെ നമ്മുടെ സഭയെ കർത്താവ് സൂക്ഷിക്കുന്നത് പോലെ നമ്മുടെ ശരീരമാകുന്ന ആമേലിയ തോട്ടത്തിനകത്ത് ദൈവം നൽകിയിരിക്കുന്ന നമ്മുടെ പ്രാണനെ നമ്മുടെ യജമാനനായ കർത്താവ് കെട്ടിയടച്ച് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. ശത്രുവിന് നിന്റെ ശരീരമാകുന്ന ആമേലിയ നിന്റെ ശരീരമാകുന്ന തോട്ടത്തിലേക്ക് പ്രവേശിക്കാതിരിക്കത്തക്ക നിലയിൽ ഈ ലോകത്തിന്റെ ശത്രുവിന് ഇവിടുത്തെ മ്ലേച്ഛതയ്ക്കും അന്ധകാര ശക്തികൾക്കും അന്ധകാര വ്യാപാരങ്ങൾക്കും നിന്റെ ശരീരമാകുന്ന തോട്ടത്തിലേക്ക് പ്രവേശിച്ച് നിന്റെ ഉള്ളിൽ പകർന്നിരിക്കുന്ന പ്രാണനെ നശിപ്പിച്ച് കളയാതിരിക്കുവാൻ അല്ലേലിയ കർത്താവ് നമ്മെ കെട്ടിയടച്ച് സൂക്ഷിച്ചിരിക്കുക. രക്തം ചെയ്യാം. ഈ വചനമൊക്കെ നമ്മൾ ആത്മീയമായിട്ട് വായിച്ചു പഠിച്ചെങ്കിൽ മാത്രമേ ആ വചനത്തിൽ നമുക്ക് സന്തോഷിപ്പാൻ കഴിയുള്ളൂ. അല്ലേലിയ. ഇവിടെ കെട്ടിയടച്ചിരിക്കുന്ന തോട്ടം എന്ന് പറയുമ്പോൾ അതിന്റെ വ്യാഖ്യാനത്തിന്റെ ചില ഭാഗം കൂടെ ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുക. ആമേലി. ആലങ്കാരികമായി ഈ വാക്യത്തിൽ കാന്തയെ കെട്ടിയടച്ചിരിക്കുന്ന തോട്ടത്തോട് ഉപമിച്ചിരിക്കുന്നു. അവൾ അവനായി മാത്രം സംരക്ഷിക്കപ്പെടുന്നു, ആർക്കും അവളെ അതിൽ നിന്ന് അകറ്റുവാൻ കഴിയുകയില്ല എന്ന് അതിന് അർത്ഥമാക്കി കിടക്കാം. ഹല്ലേലൂയ. അപ്പൊ ദൈവസഭയെ കെട്ടിയടച്ച തോട്ടമായി ദൈവം സൂക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ അത് കർത്താവിന് വേണ്ടി മാത്രമാണ്. ഹല്ലേലൂയ. നിങ്ങൾ യൗവനത്തിൽ വിവാഹം ചെയ്ത് കുടുംബമായി ജീവിക്കുമ്പോൾ ഭാര്യ ഭർത്താവിന് സ്വന്തമാണ്, ഭർത്താവ് ഭാര്യയ്ക്ക് സ്വന്തമാണ്. അവിടെ മറ്റൊരാൾക്കും കൈകടത്താൻ കഴിയില്ല. മറ്റൊരാൾ അതിനകത്ത് കയറി പ്രവേശിക്കാതിരിക്കുവാൻ ഭാര്യയും ഭർത്താവും സൂക്ഷിക്കുന്നത് പോലെ അവരുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന പോലെ നമ്മുടെ കർത്താവ് തന്റെ കാന്തയായിരിക്കുന്ന സഭയെ കെട്ടിയടച്ചിരിക്കുന്ന തോട്ടമായി അവന് വേണ്ടി മാത്രം സൂക്ഷിക്കുക. ഹല്ലേലൂയ. വേറെ ആർക്കും ഇതിനകത്ത് പങ്കില്ല. വേറെ ആരും കൈകടത്താത്ത നിലയിലാണ് ദൈവം തന്നെ സഭയെ സൂക്ഷിച്ചിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ മക്കൾ അല്ലെങ്കിൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനം ദൈവത്തിന്റെ സഭയായി നമ്മെ ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുമ്പോൾ കർത്താവ് നമ്മെ കെട്ടിയടച്ചിരിക്കുന്ന തോട്ടമായി നമ്മെ സൂക്ഷിച്ച് നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്ന പ്രാണനെ അവൻ സൂക്ഷിക്കുക. മറ്റാരും നമ്മെ അപഹരിച്ചു കൊണ്ടുപോകാതെ, മറ്റൊരു ശക്തിക്ക് നമ്മളിൽ പ്രവേശിക്കാൻ കഴിയാതെ, മറ്റൊരു വ്യാപാരത്തിന് നമ്മളിൽ പ്രവേശിക്കാൻ കഴിയാതെ,
അന്ധകാരത്തിന്റെ പ്രാധാന്യം നമ്മുടെ ഉള്ളിൽ വർദ്ധിക്കാതിരിക്കുവാൻ കർത്താവ് നമ്മെ അവന് വേണ്ടി മാത്രം കെട്ടിയടച്ച് മുദ്രയിട്ടിരിക്കുക. രക്തം ചെയ്യും. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വേറെ ആരും പ്രവേശിക്കരുത്. യേശു ക്രിസ്തു അല്ലാതെ നിങ്ങളുടെ ജീവിതത്തിൽ മറ്റാരും പ്രവേശിക്കരുത്. നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്വന്തമാണ്. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന് വേണ്ടി മാത്രം നിങ്ങളെ ദൈവം വേർതിരിച്ചിരിക്കുക. അതുകൊണ്ടാണ് നിങ്ങളെ കെട്ടിയടച്ചിരിക്കുന്ന തോട്ടമായി, നിങ്ങളുടെ ശരീരമാകുന്ന തോട്ടത്തെ കെട്ടിയടച്ച് നിങ്ങളുടെ ഉള്ളിലെ പ്രാണനെ, നീരൂറമായിരിക്കുന്ന പ്രാണനെ ദൈവത്തിന് വേണ്ടി മാത്രം സൂക്ഷിച്ചിരിക്കുന്നു. അതിനകത്ത് മറ്റാരും കീറി കൈകടത്താൻ നീ സമ്മതിക്കരുത് കേട്ടോ. ഹല്ലേലൂയ. നിന്റെ ശരീരത്തിനകത്ത്, നിന്റെ ശരീരമാകുന്ന തോട്ടത്തിൽ, ഹല്ലേലൂയ, നീയാകുന്ന ദൈവസാന്നിധ്യം കൊണ്ട് നിറയപ്പെട്ട നിന്റെ ശരീരത്തിൽ, ഹല്ലേലൂയ, നിന്റെ ഉള്ളിൽ പകർന്നിരിക്കുന്ന ആത്മാവ്, നിന്റെ ഉള്ളിൽ പകർന്നിരിക്കുന്ന കൃപകള്, അതിനെ നശിപ്പിക്കുവാൻ സാത്താൻ തന്ത്രങ്ങൾ മെനഞ്ഞു വരുമ്പോൾ, ഹല്ലേലൂയ, അവൻ പ്രലോഭനങ്ങളുമായിട്ട് വരുമ്പോൾ നീ അതിന് വഴുതി കൊടുക്കാതെ, സമ്മതിച്ചു കൊടുക്കാതെ, സമ്മതിച്ചു കൊടുത്തതുപോലെ കൊടുക്കാതെ നീ കർത്താവിന് വേണ്ടി കെട്ടി അടച്ചിരിക്കുന്ന തോട്ടമായിരിക്കണം. പ്രൈസലോ. അതാണ് ശലോമോനിയുടെ ഹല്ലേലൂയ പറയുന്ന ഭാഗം. ഇത് തന്നെയാണ് യേശു കർത്താവ് നമ്മോട് പറയുന്നത്. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ സാധാരണഗതിയിൽ തോട്ടങ്ങൾ വേലി കെട്ടി അടയ്ക്കുന്നത് ദുഷ്ടമൃഗങ്ങൾ പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ നാട്ടിലേക്ക് തോട്ടങ്ങളുണ്ടല്ലോ, വിവിധ തോട്ടങ്ങൾ. അങ്ങനെ തോട്ടങ്ങളായി കഴിയുമ്പോൾ എന്ത് ചെയ്യും? ആ തോട്ടത്തിന്റെ ഉടയവൻ ആ തോട്ടത്തിന് ചുറ്റും വേലി കെട്ടി അടച്ച് സൂക്ഷിക്കും. ഹല്ലേലൂയ. ദുഷ്ടമൃഗങ്ങൾ അതിനകത്ത് പ്രവേശിച്ച് അത് നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. ഒരു തോട്ടം കെട്ടിയടച്ച് സൂക്ഷിച്ചില്ലെങ്കിൽ ചുറ്റുവട്ടത്തുനിന്ന് കടന്നു വരുന്ന മൃഗങ്ങൾ, ഹല്ലേലൂയ, ആ തോട്ടത്തിനകത്ത് പ്രവേശിച്ച് ആ തോട്ടത്തിനകത്തുള്ള സകലത്തെയും അത് ചവിട്ടി മെതിച്ച് കളയും. ഹല്ലേലൂയ. ദുഷ്ടന് തോട്ടം നന്നായിരിക്കണമെന്ന് താല്പര്യമൊന്നുമില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ കർത്താവ്, ഹല്ലേലൂയ, ദൈവസഭയെ കെട്ടിയടച്ച തോട്ടം പോലെ ദൈവത്തിന്റെ സംരക്ഷണത്തിന് കീഴിലാക്കി വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങളിലേക്ക് ഒരു സാത്താൻ പ്രവേശിച്ച നിങ്ങളുടെ ശരീരമാകുന്ന തോട്ടത്തിലേക്ക് നിങ്ങളുടെ ഉള്ളിൽ പകർന്നിരിക്കുന്ന പ്രാണനെ നശിപ്പിക്കുവാൻ, നിന്റെ ഉള്ളിൽ പകർന്ന കൃപയെ നശിപ്പിക്കുവാൻ സാത്താൻ, ദുഷ്ടമൃഗമായിരിക്കുന്ന സാത്താൻ നിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ പിന്നെ നിന്റെ ജീവിതം തന്നെ തകർന്നു. പ്രൈസലോ. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ കർത്താവ് തന്റെ തോട്ടമാകുന്ന സഭയെ, തന്റെ കാന്തയായിരിക്കുന്ന സഭയെ കെട്ടിയടച്ച് സൂക്ഷിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ കർത്താവിന് വിശുദ്ധമാണ്. ഹല്ലേലൂയ. നീ കർത്താവിന് വിശുദ്ധമാണ്, കർത്താവിന് പ്രിയപ്പെട്ടവനാണ്. നീ ദൈവത്തിന്റെ കാന്തയാണ്, ദൈവത്തിന്റെ സഭയാണ്, കെട്ടിയടച്ച മനോഹരമായ തോട്ടമാണ്. അതിലേക്ക് ദുഷ്ടമൃഗങ്ങൾ കടന്നു വന്ന് നിന്നെ നശിപ്പിച്ച് കളയാതെ, നിന്റെ ആത്മീയതയെ, നിന്റെ വിശുദ്ധിയെ നഷ്ടപ്പെടുത്തി കളയാതെ നിന്റെ ജീവിതത്തെ കാത്തു സൂക്ഷിക്കുന്ന കർത്താവ് നിന്നെ കൊണ്ടെന്നറിഞ്ഞുകൊണ്ട് നിന്റെ ജീവിതത്തെ നീ ക്രമീകരിക്കണം. രക്തം ചെയ്യാം. പ്രൈസലോ. ഇന്ന് നമുക്ക് ലോകത്തിൽ നോക്കിയാട്ട് അനവധി ദൈവസഭകളെ സാത്താൻ ആക്രമിച്ച് ദൈവം കെട്ടിയടച്ച് ഭദ്രമായി വെച്ചിരിക്കുന്ന ദൈവസഭകളെ പലയിടത്തും സാത്താൻ ആക്രമിച്ച് അവരിലേക്ക് പ്രവേശിച്ച് എത്രയോ പേരാണ് നഷ്ടപ്പെട്ടു പോയത്. ദുഷ്ടമൃഗങ്ങൾ കയറി നശിപ്പിച്ച് കളയുന്നത് പോലെ എത്രയോ ആളുകളാണ് നഷ്ടപ്പെട്ടു പോയത്. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ ശരീരമാകുന്ന തോട്ടത്തെ നശിപ്പിക്കുവാൻ നീ സാത്താൻ ഇടം കൊടുക്കരുത്. ഹല്ലേലൂയ. നിന്റെ ശരീരമാകുന്ന തോട്ടത്തിൽ ദൈവം നിനക്ക് തന്നിരിക്കുന്ന, അടച്ചിരിക്കുന്ന നീരുറവിനെ നഷ്ടപ്പെടുത്തിയിട്ട് മറ്റൊരാൾ നിന്റെ മേൽ ആധിപത്യം പുലർത്തരുത്. പ്രൈസലോ. നിങ്ങളുടെ യൗവന പ്രായത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ, യൗവനം കഴിഞ്ഞ് നിങ്ങൾ വരുമ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മോഹങ്ങളും ആഗ്രഹങ്ങളും ഒരുപാട് പ്രലോഭനങ്ങളും കടന്നു വരാം. മനുഷ്യനല്ലേ, ഒരുപാട് പ്രലോഭനങ്ങൾ കടന്നു വരാം, ഒരുപാട് മോഹങ്ങൾ കടന്നു വരാം, ഒരുപാട് ആഗ്രഹങ്ങൾ കടന്നു വരാം. അങ്ങനെ മോഹങ്ങളും പ്രലോഭനങ്ങളും ആഗ്രഹങ്ങളും നിന്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നിന്റെ ശരീരമാകുന്ന കെട്ടിയടച്ചു വെച്ചിരിക്കുന്ന തോട്ടത്തിലേക്ക് അത് പ്രവേശിച്ച് കഴിയുമ്പോൾ നിന്റെ ഉള്ളിൽ പകർന്നിരിക്കുന്ന ദൈവസാന്നിധ്യം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ലോകം ഒരിക്കലും നിന്നിലേക്ക് കയറിക്കൂടാൻ, ദുഷ്ടൻ ഒരിക്കലും നിന്നിലേക്ക് കയറിക്കൂടാൻ, സാത്താൻ ഒരിക്കലും നിന്നിലേക്ക് കയറിക്കൂടുവാൻ ഇടം കൊടുക്കരുത് കേട്ടോ സഹോദര സഹോദരി.
പ്രൈസ് നീ വിശുദ്ധ ജനമാ. ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് തന്റെ സഭയെ കെട്ടിയടച്ച തോട്ടമായി സൂക്ഷിക്കുന്നു. കാരണം മറ്റാരും അതിലേക്ക് പ്രവേശിക്കരുത്, മറ്റാരും അതിലേക്ക് കടക്കരുത്. ഒരു സാത്താന്യ ശക്തി പോലും അതിൽ പ്രവേശിക്കരുത്. ഒരന്യായ ബന്ധനങ്ങൾ പ്രവേശിക്കരുത്. ഒരന്യാരാധനയ്ക്കകത്തൊന്നും നീ കടന്നു പോകരുത്. ഹല്ലേലൂയ. ദൈവഹിതമല്ലാത്ത ഒന്നിന് നീ പോകരുത്. ഹല്ലേലൂയ. അതാണ് ദൈവാത്മാവിടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കേട്ടോ. അപ്പൊ സഭയുടെ സ്തോത്രം ആഗ്രഹവും സഭയുടെ സൗന്ദര്യവും സഭയുടെ പ്രശംസയും സഭയ്ക്കുള്ള വർണ്ണനയും ഒക്കെ വിവിധ തലത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നതാണ് ഉത്തമഗീതം, രക്തചയം. ഹല്ലേലൂയ. വീണ്ടും നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ, പാപം ചെയ്ത മനുഷ്യനെ ഏദൻ തോട്ടത്തിൽ നിന്ന് ദൈവം പുറത്താക്കി തോട്ടം കാവൽ ചെയ്യുവാൻ കെരൂബുകളെ വാളുകളോടുകൂടെ നിർത്തിയിരിക്കുന്നുവെന്ന് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 24-ാമത്തെ വാക്യം കാണാൻ കഴിയും. എന്ന് പറഞ്ഞാൽ ആദ്യ മനുഷ്യനായിരുന്ന ആദവും ഹവ്വയും പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ യഹോവയായ ദൈവം അവരെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. ഹല്ലേലൂയ. ആ തോട്ടത്തിന് കെരൂബുകളെ കാവൽ നിർത്തി വാളുമായി. ഇനി അതിനകത്താരും പ്രവേശിക്കാൻ കഴിയില്ല. കാരണം ദൈവം ഏദൻ തോട്ടത്തിൽ വളരെ സുരക്ഷിതമായി ഹല്ലേലൂയ ആദത്തെ ഹവ്വയെ അവിടെ ആക്കിയെങ്കിലും ദുഷ്ടനായ പിശാച് സാത്താൻ ഹല്ലേലൂയ സർപ്പരൂപത്തിൽ ചെന്നിട്ട് എന്ത് ചെയ്തു? അവരെ കൊണ്ട് പാപം ചെയ്യിച്ചു, പ്രലോഭനം കൊടുത്തു. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം അവരുടെ ഉള്ളിൽ കൊടുത്ത് ഭക്ഷിക്കരുതെന്ന് പറഞ്ഞ് വൃഷഫലം കാണിച്ചു കൊടുത്ത് ഹവ്വയിൽ പ്രലോഭനം ഉണ്ടാക്കി. ആ പ്രലോഭനത്തിനകത്ത് അവൾ വീണു. അവളത് ഭക്ഷിച്ചു, കണ്ണു തുറന്നു, നഗ്നയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഭർത്താവിനും കൊടുത്ത് രണ്ടുപേരും തിന്ന് പാപത്തിൽ വീണു. എന്താ സംഭവിച്ചത്? തോട്ടത്തിൽ ദൈവം പുറത്താക്കി കളഞ്ഞു. ഹല്ലേലൂയ. അതെ, നിങ്ങളൊരു പക്ഷേ കെട്ടിയടച്ചിരിക്കുന്ന ദൈവത്തിന്റെ മനോഹരമായ സുരക്ഷിതമായ തോട്ടത്തിനാണ് നിങ്ങൾ വസിക്കുന്നതെങ്കിലും സാത്താൻ നിങ്ങളുടെ മേൽ ദൃഷ്ടി വെക്കാൻ സാധ്യതയുണ്ടെന്ന്. ഹവ്വയുടെ മേലും ആദത്തിന്റെ മേലും ദൃഷ്ടി വെച്ചതുപോലെ നിങ്ങളെയും ദൃഷ്ടി വെച്ച് നിങ്ങളുടെ ഉള്ളിലേക്ക് അവൻ പ്രവേശിക്കുവാനുള്ള എല്ലാ തന്ത്രങ്ങളുമായിട്ട് കടന്നു വരും. അവൻ നിന്റെ ഉള്ളിൽ കയറി കൂടിയാൽ ആദമെയും ഹവ്വയും തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയതുപോലെ നീ ദൈവസഭയിൽ നിന്ന് പുറത്തായി പോകും. കർത്താവ് നിന്നെ കെട്ടിയടച്ചിരിക്കുന്ന തോട്ടമായി, നിന്റെ ശരീരത്തെ കെട്ടിയടച്ചിരിക്കുന്ന തോട്ടമായി നിന്റെ ഉള്ളിൽ ശരീരത്തിനകത്ത് അടച്ചു വെച്ചിരിക്കുന്ന നീരുറവാകുന്ന പ്രാണനെ പിശാച് നശിപ്പിച്ച് കളഞ്ഞ് നിന്നെ തന്നെ ദൈവത്തിൽ നിന്ന് നശിപ്പിച്ചു കളയും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ ഒരിക്കലും ദൈവത്തെ മറന്ന് നീ ഒന്നും ചെയ്യരുത്. യേശുവിനെ മറന്ന് നീ ഒന്നും ചെയ്യരുത്. നിന്റെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ മറന്ന് നീ ഒന്നും ചെയ്യരുത്. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നവൻ, പരമയാഗമായി തീർന്നവൻ. ഹല്ലേലൂയ. ആദമിനും ഹവ്വയ്ക്കും ഏദൻ തോട്ടം നഷ്ടമായി കഴിഞ്ഞപ്പോൾ, അവരെ ഏദൻ തോട്ടത്തെ പുറത്താക്കി കഴിഞ്ഞപ്പോൾ, ഹല്ലേലൂയ, ഏദൻ തോട്ടത്തിനകത്ത് പുറത്താക്കപ്പെട്ട ജനത്തെ വീണ്ടെടുക്കാൻ വേണ്ടി പിതാവായി ദൈവം തന്റെ പുത്രനായിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ച് കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ പരമയാഗത്തിലൂടെ ആദാമിനും ഹവ്വയ്ക്കും നഷ്ടമായ ആ ഏദൻ തോട്ടത്തിന്റെ അനുഭവം, ആ അനുഭവത്തെ നമ്മളിലേക്ക് പുതുക്കി തന്ന ദൈവം നമ്മെ വീണ്ടെടുത്ത് നമ്മെ കെട്ടി അടച്ചിരിക്കുന്നവന്റെ തോട്ടമായി സഭയായി ദൈവം നമ്മെ പണിതിരിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് നിന്റെ ഉള്ളിൽ സാത്താൻ പ്രവേശിക്കരുത്. ഹല്ലേലൂയ. അപ്പം ക്രിസ്തുവിന്റെ കാന്തയായ സഭയെയും ആ നിലയിൽ തന്നെ ഹല്ലേലൂയ ദൈവം ക്രിസ്തുവിന്റെ കാന്തയായിരിക്കുന്ന സഭയെ, തന്റെ മണവാട്ടി സഭയെ ദൈവം എപ്പോഴും കെട്ടിയടച്ച് സൂക്ഷിച്ചിരിക്കുക. രക്തചയം. പ്രൈസലോ. നിങ്ങൾ ആ ഉത്തമഗീതമൊക്കെ ഒന്ന് പ്രാർത്ഥനയോടെ ഒന്ന് വായിച്ചു നോക്കിയാട്ടെ നമ്മുടെ കർത്താവിന്റെ സ്നേഹം കാണാൻ കഴിയും. ഹല്ലേലൂയ. അത് കർത്താവ് നമ്മെ സ്നേഹിക്കുന്ന സ്നേഹത്തിന്റെ ആ വില നാം തിരിച്ചറിഞ്ഞാൽ, ഹല്ലേലൂയ, കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന സ്നേഹം എന്താണെന്ന് നാം മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഹല്ലേലൂയ, നമ്മുടെ ശരീരമാകുന്ന തോട്ടത്തിനകത്ത് നമ്മുടെ ഉള്ളിൽ വെച്ചിരിക്കുന്ന പ്രാണനെ, നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്ന കൃപകളെ നശിപ്പിച്ചു കളയുവാൻ ഈ ലോകത്തിന്റെ മോഹങ്ങൾക്ക് പ്രലോഭനങ്ങൾക്ക് നമ്മൾ വഴിയൊരുക്കി കൊടുക്കുകയില്ല. നമ്മൾ കർത്താവിനോട് ചേർന്ന് വസിക്കും. ഒരുവൻ കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും പിതാവുമായി സ്വീകരിച്ച് നമ്മുടെ കർത്താവിനെ ആത്മമണവാളനായി ജീവിതത്തിൽ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു മണവാളനെ നിന്റെ ജീവിതത്തിൽ പ്രവേശിക്കരുത് കേട്ടോ.
നിനക്കൊറ്റ മണവാളനേ ഉള്ളൂ, യേശു കർത്താവ്. ഒറ്റ പ്രിയനെ നിനക്കുള്ളൂ, യേശു. ഹല്ലേലൂയ. അതുകൊണ്ട് നീ യേശു ക്രിസ്തുവിന് വേണ്ടി മാത്രം ജീവിക്കണം. ലോകത്തിലുള്ള പലതിനു വേണ്ടിയിട്ട് നീ ജീവിക്കാതെ, ചില മനുഷ്യരെ കണ്ടില്ലേ, സ്വന്തം ഭർത്താവ് ഉണ്ടെങ്കിലും ഹല്ലേലൂയ അവർക്ക് വേറെ ഭർത്താക്കന്മാരും ഉണ്ട്, അല്ലെങ്കിൽ കമിതാക്കളൊക്കെ ഉണ്ട്. ഹല്ലേലൂയ. അങ്ങനെയൊക്കെ ആ ലോകം. ഇന്ന് പറഞ്ഞതുപോലെ എന്നെ കേൾക്കുന്ന പ്രൈസിലേക്ക് എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ കർത്താവിന് വേണ്ടി പൂർണ്ണമായിട്ട് സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നും നിന്റെ ഉള്ളിൽ പ്രവേശിക്കരുത്. കാരണം നീ യേശുവിന്റെ സ്വന്തമാണ്. നീ കർത്താവിന്റെ മണവാട്ടിയ, കർത്താവിന്റെ സഭയാണ്, ദൈവത്തിന്റെ കാന്തയാ നീ. അതിനകത്ത് ദുഷ്ടമൃഗം കയറാതിരിക്കാൻ, ദുഷ്ടശത്രുക്കൾ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് സാത്താന്റെ വശീകരണങ്ങളും പ്രലോഭനങ്ങളും നിന്റെ ഉള്ളിൽ വരാതിരിക്കാൻ വേണ്ടി യേശു നിന്നെ കെട്ടിയടച്ച് സൂക്ഷിച്ചിരിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് നിന്നെ തന്നെ സൂക്ഷിക്കണം കേട്ടോ. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന്റെ വചനം പറയുന്നത്, ദൈവം നമുക്ക് തന്നിരിക്കുന്ന അനുഭവങ്ങളെ, അനുഗ്രഹങ്ങളെ നാം വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യാം. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാട്ടെ, നിങ്ങൾ അതിനെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കിയാട്ടെ, നിങ്ങളൊന്ന് പറഞ്ഞാട്ടെ. ഞാൻ എൻ്റെ ദൈവത്തിന്റെ കെട്ടിയടച്ചിരിക്കുന്ന തോട്ടമാണ്, എന്റെ ദൈവത്തിന്റെ കെട്ടിയടച്ചിരിക്കുന്ന സഭയാണ്. എന്റെ ശരീരത്തെ, എന്റെ ശരീരമാകുന്ന തോട്ടത്തെ ഞാൻ അവന് വേണ്ടി കെട്ടിയടച്ച് സൂക്ഷിച്ചിരിക്കുക. എന്റെ ഉള്ളിലെ നീരുളമാകുന്ന പ്രാണനെ ഞാൻ അവന് വേണ്ടി കെട്ടിയടച്ച് എന്നെ കർത്താവ് സൂക്ഷിക്കുമ്പോൾ ഞാൻ ഇനി എന്നെ ആർക്കും വിട്ടുകൊടുക്കുകയില്ലെന്ന് നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ കഴിയുമോ സഹോദരി സഹോദര? അല്ലേ, ലോകത്തിന്റെ ഒരു ആഗ്രഹം നിന്നിലേക്ക് വരരുത്. ഹല്ലേലൂയ. വിശുദ്ധമായിട്ട് ജീവിക്കണം. ഹല്ലേലൂയ. പരിശുദ്ധിയെ കാത്തു സൂക്ഷിക്കണം. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ ആരും കൈകടത്താൻ നീ ഇടം കൊടുക്കരുത്. ആരും നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ നീ അവസരം കൊടുക്കരുത്. മറ്റൊരാളുടെ പ്രലോഭനത്തിനകത്ത് നീ വീണു പോകരുത്. മറ്റൊരാൾ പറയുന്ന മോഹനം വാഗ്ദാനങ്ങൾക്കകത്ത് നീ വീണ് നീ ദൈവത്തിൽ നിന്ന് അകന്നു പോകാതെ കർത്താവിന് വേണ്ടി, കർത്താവിന്റെ പ്രിയായി, കർത്താവിന്റെ മണവാട്ടിയായി നീ എന്നും നിൽക്കണമെന്ന് രക്തം ചെയ്യും. പ്രൈസലോ. നിങ്ങൾ കർത്താവിന്റെ കാന്തയായ മണവാട്ടിയായ സഭയാ, അവന്റെ സ്വന്തമാ നിങ്ങൾ. എങ്ങനെയാണ് കർത്താവ് നിങ്ങളെ അവന്റെ സ്വന്തമാക്കി മാറ്റിയത്? കർത്താവിന്റെ കാന്തയായി, കർത്താവിന്റെ മണവാട്ടിയായി, കർത്താവിന്റെ സഭയായി യേശു എങ്ങനെയാണ് നിങ്ങളെ സ്വന്തമാക്കിയത്? ആദാമിനും ഔവയിലും കൂടെ പാപം പ്രവേശിച്ച് അവർക്ക് തോട്ടം നഷ്ടപ്പെട്ട് അവരെ ഏദൻ തോട്ടത്തെ പുറത്താക്കി തോട്ടത്തിന് ഗിരുവുകളെ വാളുമായി കാവൽ നിർത്തിയപ്പോൾ നിങ്ങൾക്കൊരിക്കലും തോട്ടത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയാത്ത വിധത്തിൽ കെരൂബുകൾ ഏദൻ തോട്ടത്തിന്റെ കാവല. എന്നാൽ യേശു ക്രിസ്തു ഭൂമിയിൽ കാൽവരി ക്രൂശിൽ നിങ്ങൾക്ക് വേണ്ടി പരമയാഗമായി കഴിഞ്ഞപ്പോൾ, അവന്റെ അവസാനത്തുള്ള രക്തം വരെ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞപ്പോൾ, അവൻ നമുക്ക് വേണ്ടി ക്രൂശിൽ ആ പീഡാനുഭവത്തിലൂടെ കടന്നുപോയതിലൂടെ, അവന്റെ മരണത്തിലൂടെ നഷ്ടപ്പെട്ടു പോയി ഏദൻ തോട്ടത്തിന്റെ അനുഭവത്തിലേക്ക് ദൈവം നമ്മെ തിരിച്ചു കൊണ്ടുവന്ന് നമ്മുടെ ശരീരമാകുന്ന തോട്ടത്തെ കെട്ടിയടച്ചിരിക്കുന്ന ആമേ തോട്ടമായി നമ്മെ സൂക്ഷിച്ചു. നമുക്ക് ആ അനുഭവത്തെ മടക്കി തന്നു. ഹല്ലേലൂയ. ആദമിനും ഔവയിലും നഷ്ടപ്പെട്ടവന്റെ ക്രൂശിലെ മരണത്തിലൂടെ നമുക്ക് തിരിച്ചു നൽകിയിട്ട് കർത്താവ് പറയും, ഇന്ന് തൊട്ട് ഞാൻ മാത്രം നിന്റെ ആത്മമണവാളൻ. ഞാൻ മാത്രമാണ് നിന്റെ പ്രിയൻ. ഇനി നീ മറ്റാർക്കും നിന്നെ വിട്ടുകൊടുക്കരുത്. ഇനി നീ വഞ്ചിക്കപ്പെടരുത്. ആദവും ഔവയും സാത്താനാൽ വഞ്ചിക്കപ്പെട്ടതുപോലെ, പ്രലോഭനത്തിൽ വീണതുപോലെ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ സാത്താന്റെ വചന പ്രലോഭനത്തിൽ നീ വീണു പോകരുത് കേട്ടോ സഹോദര സഹോദരി. പലരും വീണു പോകുന്നതുകൊണ്ടായി പറയുന്നത്. എത്രയോ വീണുപോയ ചരിത്രങ്ങൾ കാണാൻ കഴിയും. ഹല്ലേലൂയ. അപ്പം ഒരു നീരുറവ് അടച്ചു വെക്കുന്നില്ലെങ്കിൽ മൃഗങ്ങളും മനുഷ്യരും അതിന്റെ മേൽ നടന്ന് അതിനെ നികത്തിക്കളയും. നമുക്കറിയാം, നമ്മളൊരു നീരുറവ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനെ അടച്ച് ഭദ്രമായി സൂക്ഷിക്കുന്നില്ലെങ്കിൽ സകല മൃഗങ്ങളും മനുഷ്യരും അതിമേൽ നടന്ന് അതിനെ നികത്തിക്കളയും. കാറ്റ് വീശുമ്പോൾ മണ്ണും മണലും കരികിലെയും മറ്റ് ചപ്പു ചവറെല്ലാം കൂടെ വീണ് ആ നീരുറവ് നിറഞ്ഞ് അടഞ്ഞു പോകും. ലോകപ്രകാരം നിങ്ങൾ കണ്ടിട്ടില്ലേ, ഒരു നീരുറവൊക്കെ നമ്മുടെ ദേശത്തോട് ഒഴുകുന്നുണ്ടെങ്കിൽ, ഒരു നീരുറവ് നമ്മുടെ നമ്മുടെ സ്ഥലത്തുണ്ടെങ്കിൽ, നമ്മുടെ അയ്യത്ത് പറമ്പിലൊക്കെ ഉണ്ടെങ്കിൽ, മനുഷ്യരും മൃഗങ്ങളും എല്ലാം നടന്ന് കാറ്റും കോളുമൊക്കെ വരുമ്പോൾ അത് പറപ്പിച്ചു കൊണ്ടുന്ന കരിയിലെയും അതും ഇതുമെല്ലാം വീണ് ആ നീരുറവ് അങ്ങ് നികന്നു പോകാൻ സാധ്യതയുണ്ട്. അതെ, നീ കെട്ടിയടച്ചിരിക്കുന്ന നീരുറവാണ്. നിന്റെ ഉള്ളിൽ പിശാചി കയറരുത്. ഹല്ലേലൂയ. അതുകൊണ്ട് ആകയാൽ നീരുറവയ്ക്കൊരു
അടപ്പ് ആവശ്യമാണ്. നീരുറവയ്ക്കൊരു അടപ്പ് ആവശ്യമാണ്. അല്ലേരിയ. അബ്രഹാം തന്റെ അബ്രഹാമായിരുന്ന കാലഘട്ടത്തിൽ അനേക നീരുറവുകൾ കുഴിച്ചു. അബ്രഹാമിന്റെ കാലഘട്ടത്തിൽ അനേക നീരുറവ് കുഴിച്ചു. പിന്നീട് അബീമേലെക്ക് അവയെല്ലാം നികത്തിക്കളഞ്ഞു. പിന്നീട് അബീമേലെക്ക് എന്ത് ചെയ്തു? അബ്രഹാം കുഴിച്ച നീരുറവുകളെല്ലാം നികത്തിക്കളഞ്ഞു. അല്ലേ? ഇസഹാക്ക് ആ നീരുറവുകളെല്ലാം വീണ്ടും കുഴിച്ചു എന്ന് നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം 25 വായിച്ചാൽ കാണാൻ കഴിയും. അല്ലേരിയ. അപ്പൊ ദൈവം നിന്റെ ശരീരമാകുന്ന തോട്ടത്തിൽ നിന്റെ ഉള്ളിൽ പകർന്നിരിക്കുന്ന നീരുറവാകുന്ന പ്രാണനെ നികത്തിക്കളയുവാൻ, നശിപ്പിച്ച് കളയുവാൻ അബീമേലെക്ക് പോലെയുള്ള ചില ശക്തികൾ നിനക്ക് നേരെ എഴുന്നേക്കാൻ സാധ്യതയുണ്ടെന്ന്. പലർക്ക് നേരെ എഴുന്നേറ്റിട്ടുമുണ്ട്. പലരെയും നമുക്ക് ചൂണ്ടിക്കാണിക്കുവാനുണ്ട്. അല്ലേരി. അതുകൊണ്ട് അതിനുള്ള ഇടം നീ കൊടുക്കാതെ, അല്ലേരി, അതിനുള്ള വഴി നീ ഒരുക്കി കൊടുക്കാതെ നീ നിന്നെ കാത്തു സൂക്ഷിക്കണം. പ്രൈസലോ. അപ്പൊ അബ്രഹാം കുഴിച്ച കിണറുകളെ, നീരുറവുകളെ എല്ലാം അബീമേലെക്ക് നികത്തിക്കളഞ്ഞു. പിന്നത്തേതിൽ അബ്രഹാമിന്റെ മകനായിരിക്കും ഇസഹാക്ക് അവയെല്ലാം വീണ്ടും കുഴിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ഇന്ന് ഈ കാലഘട്ടത്തില് അനേക ദുരുപദേശ കാറ്റുകൾ സഭയ്ക്കകത്ത് വീശുന്നു. തെറ്റായ ആശയങ്ങൾ സഭയിലേക്ക് വരുന്നു. കള്ള ക്രിസ്തുക്കളും അന്തിക്രിസ്തുക്കളും രൂപം കൊണ്ടു കള്ള പ്രവാചകന്മാരും സഭയ്ക്കകത്ത് കയറി സകല മനുഷ്യരെയും വഞ്ചിച്ചുകൊണ്ടിരിക്കുക. അവർ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്നു. ഒടുവിൽ ആത്മീയ സന്തോഷമാകുന്ന നീരുറവയെ അവർ നികത്തിക്കളയും. നമുക്കറിയുന്ന അനവധി ദുരുപദേശങ്ങൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന. ഇപ്പൊ കഴിഞ്ഞിടെ കണ്ടില്ലേ, ശക്തമായ ഭയങ്കര അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ നിറയപ്പെട്ട ശുശ്രൂഷകൾ നടക്കുമ്പോൾ ശുശ്രൂഷിക്കുന്ന കർത്തൃഹൃദയൻ ചാടുന്നു, ഓടുന്നു, തുള്ളുന്നു, വിറയ്ക്കുന്നു. അല്ലേരിയ. അവസാനം മൈക്കൊക്കെ വെച്ചിട്ട് ജനത്തിന്റെ കർണക്കുറ്റി തട്ടിക്കൊടുക്കുകയാണ്. ആത്മാവ് നിറഞ്ഞു കഴിയുമ്പോൾ എന്ത് ചെയ്തു? മനുഷ്യന്റെ കർണക്കുറ്റി തട്ടിക്കൊടുക്കുന്നു. ഓടിച്ചെന്ന് ചിലര് വാങ്ങുന്നു. ഞാൻ ആ ഭാഗത്ത് ഒരു സഹോദരൻ ഓടിച്ചെന്ന് ശരിയായിട്ട് ഒരു അടി മേടിച്ച് ജോഡി വന്ന് ഭാര്യയുടെ ഇരിക്കുന്നു. വേദനയില്ല, തിരുമ്പോണ്ട് ഭാര്യ നോക്കി ഒരു ചിരി. അങ്ങനത്തെ ദുരുപദേശങ്ങൾ ചിലരൊക്കെ എന്ത് ചെയ്യുന്നു? അല്ലെങ്കിൽ കാഹളം പിടിക്കുന്നു, കാഹളം ഊതുന്നു, ഇപ്പൊ എന്തൊക്കെയോ സംഭവിക്കും, ഇപ്പൊ എന്തൊക്കെയോ നടക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ഇന്നത്തെ ദൈവമക്കളെ ചതിക്കുന്ന വഞ്ചകന്മാരായിരിക്കുന്ന ദുരുപദേശകന്മാർ ദൈവസഭയ്ക്കകത്ത് കയറി ദൈവത്തിന്റെ ശരീരമാകുന്ന കെട്ടിയടച്ച ദൈവത്തിന്റെ തോട്ടമാകുന്ന നമ്മുടെ ശരീരമാകുന്ന കെട്ടിയടച്ച തോട്ടത്തെ, അല്ലേരിയ, അബീമേലെക്ക് പോലെയുള്ള അനേക ശക്തികൾ ചവിട്ടി നടന്ന് തുള്ളി ചാടി അടിച്ച് ചവിട്ടി നിരപ്പാക്കി ദൈവം നമ്മൾ വെച്ചിരിക്കുന്ന നീരുറ ദൈവം നമ്മുടെ ഉള്ളിൽ പകർന്ന പ്രാണനെ പോലും അവൻ നശിപ്പിച്ച് കളയുന്നു. അനവധി കള്ളപ്രവാചകന്മാരും കള്ള ഉപദേശിമാരും കള്ള പുരോഹിതന്മാരും വ്യാജാത്മാക്കളെ നിറയപ്പെട്ട ദുരുപദേശകന്മാർ സഭയ്ക്കകത്ത് വന്ന് കയറി. കഴിഞ്ഞത്തെ ശുശ്രൂഷകൾ നിങ്ങൾ കണ്ടാൽ മനസ്സിലാകുന്നു. ഇപ്പൊ എന്ത് ചെയ്യുന്നു? ദുരുപദേശം പറഞ്ഞാൽ സ്ഥാനമുള്ളെന്നുള്ളതായി. ചാട്ടുക, ഓടുക, അത്ഭുത രോഗസൗഖ്യം, അത്ഭുത വിടുതല്, ഭൂതശാന്തി, രോഗശാന്തി, വീരിപ്രവൃത്തി എന്നു വേണ്ട അടിക്കുന്നു, തൊഴിക്കുന്നു, ഇടിക്കുന്നു, പെട്ട തീർത്ത് കൊടുക്കുന്നു എന്ന് വേണ്ട എന്തെല്ലാം പുതിയ പുതിയ ആശയങ്ങൾ കൊണ്ടുവന്ന് ദൈവസഭയെ തകർക്കുക. ഒറ്റ ലക്ഷ്യമുള്ളതൊക്കെ പണം ഉണ്ടാക്കുക, പേരുണ്ടാക്കുക, പ്രശസ്തി ഉണ്ടാക്കുക. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ദൈവത്തിന്റെ ആത്മാവ് എന്റെ സഹോദരി, എന്റെ കാന്ത, കെട്ടി അടച്ചിരിക്കുന്ന തോട്ടം, അടച്ചിരിക്കുന്ന നീരുറവ്, മുദ്രയിട്ടിരിക്കുന്ന കിണറവ്, കർത്താവ് നിന്നെ കെട്ടിയടച്ച തോട്ടമായി, അടച്ചിരിക്കുന്ന നീരുറവായി ദൈവം നിന്നെ കാൽവരി ക്രൂശിൽ അവൻ നിനക്ക് തന്ന ആ വില, അവന്റെ രക്തത്തിലൂടെ നിന്നെ വേർതിരിച്ച് കഴിയുമ്പോൾ പിന്നെ നിന്റെ ഉള്ളിലേക്ക് ദുരുപദേശങ്ങൾ കയറരുത്. കള്ള ക്രിസ്തുക്കളും അന്തിക്രിസ്തുക്കളും കള്ള പ്രവാചകന്മാരും കഴിയുമെങ്കിൽ സകല ഭൂതത്തിനും അടിമകളായിരിക്കുന്ന ഭൂതോപദേശവും ദുരുപദേശവുമായി കടന്നു വരുന്നവർ നിന്റെ ശരീരമാകുന്ന തോട്ടത്തിൽ കെട്ടിയടച്ചിരിക്കുന്ന ദൈവസഭയ്ക്കകത്ത് കടന്നുകൂടി ദുരുപദേശങ്ങൾ, പുതിയ ആശയങ്ങൾ തന്നതിനെയും നിന്റെ സഭയെ നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നീ അതിനെ തിരിച്ചറിയണം കേട്ടോ. അല്ലേലിയ. ഇങ്ങനെ തിരിച്ചറിയണം. ഇന്ന് നടക്കുന്ന വ്യാജ ശുശ്രൂഷകളെ നിങ്ങൾ തിരിച്ചറിയണം. അല്ലേലിയ. വ്യാജ ഉപദേശങ്ങളെ നിങ്ങൾ തിരിച്ചറിയണം. അല്ലേലിയ. ചിലതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്റെ ദൈവമേ, ഇങ്ങനെയൊക്കെ വേദപുസ്തകത്തിൽ എവിടെ എഴുതി വെച്ചെന്ന് പോലും നമ്മൾ ചിന്തിച്ചു പോകും.
വേദപുസ്തകത്തിൽ ഇല്ലാത്തത് പോലും, സത്യവേദ പുസ്തകത്തിൽ ഇല്ലാത്തതായ അനവധി തന്ത്രങ്ങൾ, സൂത്രങ്ങൾ, മന്ത്രങ്ങൾ ഒക്കെ പലരും പ്രവർത്തിച്ചു തുടങ്ങി. ആളുകൂട്ടാൻ വേണ്ടി. ആളുകൂട്ടുന്നതല്ല ദൈവസഭ എന്ന് പറയുന്നത്, കർത്താവിന് വേണ്ടി ഒരുക്കിയെടുക്കുന്നത്. ആളുകൂട്ടുന്ന പ്രസ്ഥാനമൊക്കെ ഒരുപാടുണ്ട്, അവർക്ക് ആളുകളെ കൂട്ടിയാൽ മതി. എന്നാൽ ദൈവത്തിന്റെ ശരീരമാകുന്ന സഭ എന്ന് പറയുന്നത്, നമ്മുടെ ശരീരമാകുന്ന തോട്ടം, അല്ലെങ്കിൽ കെട്ടിയടച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭ, ദൈവത്തിന്റെ മണവാട്ടി, ദൈവത്തിന്റെ കാപ്പ എന്നൊക്കെ നമ്മെ വിശേഷിപ്പിക്കുമ്പോൾ നമ്മളെ ദൈവം കർത്താവിന് വേണ്ടി മാത്രം വേർതിരിച്ചിരിക്കുക. സ്തോത്രം. നിന്റെ ആത്മീയ ജീവിതത്തെ നീ തകർത്ത് കളയാതെ, നിന്റെ ആത്മീയ സുരക്ഷിതത്തെ നീ തകർത്ത് കളയാതെ നീ നിന്നെ തന്നെ കാത്തു സൂക്ഷിക്കണം കേട്ടോ. ദുരുപദേശങ്ങൾക്കകത്ത് നീ വീണു പോകരുത്. വീണ്ടുന്ന ദൈവത്തിന് വചനം നീരുറവ് എന്നത് നിങ്ങളുടെ ആത്മാവിൽ കർത്താവ് നൽകുന്ന രക്ഷയെ കുറിക്കുന്നു. നീരുറവ് എന്നത് നിങ്ങളുടെ ആത്മാവിൽ കർത്താവ് നൽകുന്ന രക്ഷയെ കുറിക്കുന്നു. നിങ്ങൾ ക്രൂശിങ്കിൽ വന്ന് പാപമോചനം പ്രാപിക്കുമ്പോൾ രക്ഷയുടെ സന്തോഷം നീരുറവ് പോലെ നിങ്ങളിൽ പൊങ്ങിയൊഴുകാൻ തുടങ്ങും. ഹല്ലേലൂയ. ഒരു പാപിയായ മനുഷ്യൻ, ഹല്ലേലൂയ, ആ മനുഷ്യൻ ദൈവത്തിങ്കിലേക്ക് വന്നു കഴിയുമ്പോൾ അവൻ ദൈവത്തെ, കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും പിതാവുമായി സ്വീകരിച്ച് അവന്റെ പാപത്തിന് പരിഹാരം, പാപമോചനം വന്നു കഴിയുമ്പോൾ, ആണായിരുന്നാലും പെണ്ണായിരുന്നാലും, ഇവിടെ ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ കുടിൽ തൊട്ട് കൊട്ടാരത്തിൽ വരെ പാർക്കുന്ന സകല ഭാഷക്കാരും ആ ക്രൂശിക്കൽ വന്ന് തങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ എന്ത് ചെയ്യുന്നു? ഹല്ലേലൂയ. പാപമോചനം പ്രാപിക്കും. രക്ഷയുടെ സന്തോഷം നീരുറവ് പോലെ. ഹല്ലേലൂയ. എന്താണ് രക്ഷയുടെ സന്തോഷം? നീരുറവ് പോലെ നിങ്ങളിൽ പൊങ്ങിയൊഴുകാൻ തുടങ്ങും. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം, ഹല്ലേലൂയ, 12-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ച് കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ സന്തോഷത്തോടെ രക്ഷയുടെ ഉറവുകളിൽ നിന്ന് വെള്ളം കോരും. അതുകൊണ്ട് നിങ്ങൾ സന്തോഷത്തോടെ രക്ഷയുടെ ഉറവുകളിൽ നിന്ന് വെള്ളം കോരുമെന്ന്. അത് എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ കാൽവരി ക്രൂശിൽ വന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ പാദപീഠത്തിൽ വന്ന് നിന്റെ പാപങ്ങളെ ഏറ്റു പറഞ്ഞ് പാപത്തിന് ശുദ്ധീകരണം വരുത്തി നീ ദൈവത്തിന്റെ മകനായി, മകളായി, അവന്റെ മണവാട്ടിയായി, അവന്റെ കാന്തയായി, അവന്റെ പ്രിയായി നീ മാറിക്കഴിയുമ്പോൾ നിന്റെ ശരീരമാകുന്ന തോട്ടത്തെ കെട്ടിയടച്ച അനുഭവത്തിൽ കൊണ്ടുവന്ന് കഴിയുമ്പോൾ നിന്റെ ഉള്ളിൽ പകർന്നിരിക്കുന്ന പ്രാണനാകുന്ന നീരുറവിനെ നീ നഷ്ടപ്പെടുത്തി കളയാതെ, ഹല്ലേലൂയ, നീ കർത്താവിൽ നിന്ന് പ്രാപിച്ച് യേശുവിന് വേണ്ടി നിൽക്കണം. അതുകൊണ്ടാണ് വചനം പറയുന്നത്, അതുകൊണ്ട് നിങ്ങൾ സന്തോഷത്തോടെ രക്ഷയുടെ ഉറവുകളിൽ നിന്ന് വെള്ളം കോരും. പ്രവാചകൻ പറയുക. ഹല്ലേലൂയ. അപ്പൊ ഒരുവൻ രക്ഷിക്കപ്പെടുമ്പോൾ കർത്താവ് പഴയ ഹൃദയം എടുത്ത് പുതിയ ഹൃദയം നൽകുക. ഒരുവൻ രക്ഷിക്കപ്പെടുമ്പോൾ അവന്റെ പഴയ ഹൃദയത്തെ മാറ്റിയിട്ട് ദൈവം നമുക്ക് പുതിയ ഹൃദയത്തെ തരികയാണ്. മുമ്പ് നിങ്ങളുടെ പാപം നിറഞ്ഞ്, ശാപം നിറഞ്ഞ്, അന്ധകാരം നിറഞ്ഞ പൈശാചിക ശക്തികളാൽ നിറയപ്പെട്ട് ദുരുപദേശങ്ങളും ഭൂതോപദേശങ്ങളും മന്ത്രങ്ങളും തന്ത്രങ്ങൾ കൊണ്ട് നിറയപ്പെട്ട് ദൈവത്തിന് അന്യപ്പെട്ടു പോയ ഹൃദയമായിരുന്നു നിങ്ങളുടെ. സകല അകൃത്യങ്ങളും അശുദ്ധികളും സകല ദുഷ്ടതയും സകല ദുർമോഹങ്ങളും സകല അശുദ്ധ ആത്മാക്കളുടെ ഇരിപ്പിടമായിരുന്ന നിങ്ങളുടെ ഹൃദയം. ഹല്ലേലൂയ. നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും പിതാവുമായി സ്വീകരിച്ച ആ സമയം തൊട്ട് നിങ്ങളുടെ ഹൃദയം കർത്താവ് പുതിയ ഹൃദയമാക്കി മാറ്റുകയാണ്. ഹല്ലേലൂയ. പുതിയ രക്ഷയുടെ സന്തോഷം നിങ്ങൾക്ക് നൽകിയ, ഹല്ലേലൂയ, പുതിയ രക്ഷയുടെ സന്തോഷം നിങ്ങൾക്ക് തരിക. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 62-ാം അധ്യായം നാം വായിക്കുമ്പോൾ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 62-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യത്തിലേക്ക് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ജാതികൾ നിന്റെ നീതിയെയും സകല രാജാക്കന്മാരും നിന്റെ മഹത്വത്തെയും കാണും. യഹോവയുടെ വായി കൽപ്പിക്കുന്ന പുതിയ പേര് നിനക്ക് വിളിക്കപ്പെടും. ഹല്ലേലൂയ. അത് ദൈവവചനം പറയുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. ജാതികൾ നിന്റെ നീതിയെയും സകല രാജാക്കന്മാരും നിന്റെ മഹത്വത്തെയും കാണും. യഹോവയുടെ വായി കൽപ്പിക്കുന്ന പുതിയ പേര് നിനക്ക് വിളിക്കപ്പെടും. അപ്പം പുതിയ ബലത്താൽ കർത്താവ് നിങ്ങളെ നിറയ്ക്കുന്നു. പുതിയ സന്തോഷം നിങ്ങളുടെ ആത്മാവിൽ ദൈവം നൽകുന്നു. നിങ്ങളുടെ ആത്മാവിനെ ദൈവം അടച്ചു സൂക്ഷിക്കുന്നു. നിങ്ങളുടെ ഉള്ളിൽ പകർന്നിരിക്കുന്ന പുതിയ ഹൃദയത്തെ ദൈവം അടച്ചു സൂക്ഷിക്കുകയാണ്. അതിനുവേണ്ടി യേശുക്രിസ്തു തന്റെ പ്രാണൻ, ഹല്ലേലൂയ, കാൽവരിയിൽ നമുക്ക് വേണ്ടി നൽകപ്പെട്ടു. ഹല്ലേലൂയ. നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വിശുദ്ധ ജീവിതം നയിച്ച് ദൈവം നമുക്ക് രക്ഷയുടെ സന്തോഷം നീരുറവ് പോലെ നമ്മുടെ ഉള്ളിലേക്ക്
ആമി പൊങ്ങുമാറാക്കി നമ്മെ ഇവിടെ നിർത്തുവാൻ വേണ്ടിയിട്ട് അവന്റെ മണവാട്ടിയായി, അവന്റെ സഭയായി, അവന്റെ കാന്തയായി, അവന്റെ പ്രിയായി നമ്മെ ഇവിടെ നിർത്തുവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? നമ്മുടെ കർത്താവ് തന്റെ ജീവനെ കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി പരമയാഗമായി തന്നു. ഹല്ലേലൂയ. എന്നിട്ടാണ് നമ്മളെ വീണ്ടെടുത്തത് കേട്ടോ. നമ്മെ വീണ്ടെടുത്തതിന്റെ വില നീ മനസ്സിലാക്കണം. നിന്നെ അവന്റെ കാന്തയായി, മണവാട്ടിയായി, സഭയായി, അവന്റെ തോട്ടമായി തീർക്കാൻ വേണ്ടിയിട്ട്, അവന് സ്വന്തമാക്കി എടുക്കാൻ വേണ്ടിയിട്ട്, അവന്റെ സ്വന്തമായി മാത്രം തീരുവാൻ വേണ്ടിയിട്ട് നിനക്ക് വേണ്ടി തന്ന വില ക്രൂശിൽ. ഹല്ലേലൂയ. നീ തിരിച്ചറിയണം. അതുകൊണ്ട് നിന്റെ ശരീരമാകുന്ന തോട്ടത്തിനകത്ത് പിശാച് കീറി അവൻ തത്തിക്കളിക്കരുത്. ഹല്ലേലൂയ. തത്തിക്കളിക്കും പിശാച് കയറിയിരുന്ന നിന്നെ അവൻ നശിപ്പിക്കും, ഇല്ലായ്മപ്പെടുത്തും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, കഴിഞ്ഞ കാലങ്ങളിൽ ജീവിത വിശുദ്ധിയോടെ സൂക്ഷിച്ച പലരും ആമീൻ പ്രലോഭനങ്ങളിൽ വീണ് കഴിഞ്ഞ് അവരെ നശിപ്പിച്ച് ഉന്മൂലനാശം ചെയ്ത അനവധി ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അവർ ദൈവത്തിന് അകന്നു പോയി. ഹല്ലേലൂയ. നീ ഒരിക്കലും ദൈവത്തിന് അകന്നു പോകരുത് കേട്ടോ. യേശു നിന്നെ സ്വന്തമാക്കിയിരിക്കുക. ഹല്ലേലൂയ. യേശു നിന്നെ സ്വന്തമാക്കിയിരിക്കുക. അവൻ നിന്നെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുക. അവൻ വേളി കഴിക്കാൻ വരാൻ സമയമായി, നിന്നെ ചേർക്കാൻ സമയമായി, നിന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ സമയമായി. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്നെ കൂട്ടിക്കൊണ്ട്, നിന്നെ ചേർത്തുകൊണ്ട് നമ്മുടെ ആത്മമണവാളായിരിക്കുന്ന കർത്താവ് നിന്നെ ചേർത്ത് നിന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ സമയമായി. അതെ, അവൻ നിന്നെ ചേർക്കാൻ വരാൻ സമയമായി. അവൻ നിന്നെ മണിയറയിലേക്ക് കൊണ്ടുപോകുന്ന ദിവസങ്ങളുടെ മുന്നോടിയായിട്ട് നീ നിന്നെ തന്നെ കാത്തു സൂക്ഷിക്കണം കേട്ടോ. പ്രൈസ് ദി ലോർഡ്. അതേ സ്നേഹിത, നീ നിന്നെ നശിപ്പിച്ച് കളയരുത്. ദൈവത്തിന് വരും പുതിയ ബലത്താൽ നമ്മെ നിറച്ച് പുതിയ സന്തോഷം തന്ന ആത്മാവിൽ നമ്മെ നിർത്തുവാൻ, നമ്മുടെ ആത്മാവിനെ അടച്ചു വെച്ച് സൂക്ഷിക്കാൻ അതിനുവേണ്ടി യേശുക്രിസ്തു തന്റെ പ്രാണനിൽ കഷ്ടം സഹിച്ചു. പ്രാണനിൽ ആമി ദുഃഖിച്ചു. അവൻ തന്റെ പ്രാണനെ മരണത്തിന് ഒഴുക്കിക്കളഞ്ഞു എന്നാണ്. അവൻ തന്റെ പ്രാണനെ എന്ത് ചെയ്തു? നമുക്ക് വേണ്ടി ഒഴുക്കിക്കളഞ്ഞു. അതാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യത്തിലേക്ക് വായിക്കുമ്പോൾ കാണുന്നുണ്ട്. അതുകൊണ്ട് അവനും മഹാന്മാരോട് കൂടി ഓഹരി കൊടുക്കും, ബലവാന്മാരോട് കൂടി അവൻ കൊള്ള പങ്കിടും. അവൻ തന്റെ പ്രാണനെ മരണത്തിന് ഒഴുക്കിക്കളയും. അനേകരുടെ പാപം വഹിച്ചും അതിക്രമക്കാർക്ക് വേണ്ടി ഇട നിന്നും കൊണ്ട് അതിക്രമക്കാരോടുകൂടെ എണ്ണപ്പെടുകയും ചെയ്യുകയിൽ തന്നെ അതെ, നിന്റെ പ്രാണനെ രക്ഷിപ്പാൻ നിന്നെ ദൈവം കെട്ടിയടച്ച തോട്ടമായി, ദൈവത്തിന്റെ മണവാട്ടിയായി നിന്നെ വേർതിരിക്കുവാൻ, ലോകത്തിന് വേർതിരിക്കാൻ, പാപത്തിന് വിടിവിച്ച് കർത്താവിന്റെ മണവാട്ടിയെ സഭയായി നീ ആയിത്തീരാൻ വേണ്ടി അവൻ ക്രൂശിൽ തന്റെ പ്രാണനെ, തന്റെ ജീവനെ മരണത്തിൽ ഒഴുക്കിക്കളഞ്ഞതാണ്. പ്രൈസ് ദി ലോർഡ്. അതെ, നീ കർത്താവ് നിന്നെ സ്നേഹിക്കുന്ന വിധമോർത്ത് എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ദൈവത്തെ ആരാധിക്കണം കേട്ടോ. അല്ലെങ്കിൽ അന്യ ദൈവങ്ങൾ നിന്റെ ജീവിതത്തിൽ പ്രവേശിക്കരുത്. അന്യ ദൈവങ്ങൾക്ക് നിന്റെ ജീവിതത്തിനകത്ത് ഇടം കൊടുക്കരുത്. നിന്നെ വീണ്ടെടുത്തൊരു കർത്താവുണ്ട്. നിനക്ക് വേണ്ടി കഷ്ടം സഹിച്ചൊരു ദൈവമുണ്ട്. നിനക്ക് വേണ്ടി അവന്റെ പ്രാണനെ ഒഴുക്കിക്കളഞ്ഞ് നിനക്ക് വേണ്ടി ക്രൂശിൽ യാഗമായി തീർന്ന, പരമയാഗമായി തീർന്ന യേശു നിനക്ക് വേണ്ടി ഇന്ന് ജീവിക്കുന്നവനാ. അതുകൊണ്ട് നിന്റെ പ്രാണനിൽ പിശാച് കയറി പ്രവർത്തിക്കാതെ, നിന്റെ ഉള്ളിൽ സാത്താൻ പ്രവേശിക്കാതെ നീ എന്റെ കർത്താവിന് വേണ്ടി കെട്ടിയടച്ച തോട്ടമാണെന്നുള്ള ഉറപ്പോടെ നീ ജീവിക്കണം കേട്ടോ. രക്തം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. പലരുടെയും ജീവിതത്തിന്റെ നാശം എന്താണ്? പലരുടെ ജീവിതം തകർന്നതുകരാണ്. പിശാചിന് വഴിയൊരുക്കി കൊടുത്തതാ, പിശാചിന് ഇടം കൊടുത്തതാ, പിശാചിന് സാഹചര്യങ്ങളെ കൊടുത്തു. അതുകൊണ്ട് പലരും നഷ്ടപ്പെട്ടു പോയി. ദൈവം അവരെ വിളിച്ച് വേർതിരിച്ച് അവർക്ക് പുതിയ ഹൃദയം കൊടുത്തു. നമ്മുടെ കർത്താവിന്റെ മണവാട്ടിയായി വേർതിരിച്ചു. പലരുടെയും ജീവിതത്തിലേക്ക് മോഹങ്ങൾ കടന്നു വന്നു, ദിവ്യാഗ്രഹങ്ങൾ കടന്നു വന്നു. ഈ ലോകത്തിന്റെ ആഗ്രഹങ്ങൾ അവരിലേക്ക് പ്രവേശിച്ചപ്പോൾ എന്ത് ചെയ്തു? പല ജീവിതങ്ങളും തകർന്നു പോയി. അതവരുടെ കുടുംബത്തെ പോലും തകർത്തു, അവരുടെ ജീവിതത്തെ പോലും തകർത്തു. ഇന്ന് പല കുടുംബങ്ങളും നിരാശയിലാണ്, പല കുടുംബങ്ങളും ദുഃഖത്തില, പല കുടുംബങ്ങളും കണ്ണുനീരില്ല. എന്തുകൊണ്ടാണ്? ദൈവം നമ്മെ കെട്ടി അടച്ചിരിക്കുന്ന തോട്ടമായി മാറ്റിക്കഴിഞ്ഞ്, അടച്ചിരിക്കുന്ന നീരുറമായി മുത്തിരിയിട്ടിരിക്കുന്ന കിണറായി മാറ്റിക്കഴിഞ്ഞ് നമ്മൾ അതിനകത്ത് നിൽക്കാതെ നമ്മൾ വേലി പൊട്ടിച്ച് പുറത്ത് ചാടി. വേലിയ ചിലരൊക്കെ എന്ത് ചെയ്ത് എത്രമാത്രം കെട്ടിയടച്ചാലും വേലി പൊട്ടിച്ച് പുറത്ത് ചാടുന്നവർ ഇന്ന് സഭയ്ക്കകത്തുണ്ട്. അല്ലേലിയ. വേലി പൊട്ടിച്ച് നീ പുറത്ത് ചാടിയ പിന്നെ നിന്റെ കാര്യം പരമ കഷ്ടമാണ്. അല്ലേലി. അതുകൊണ്ട് നീ ഒരിക്കലും ദൈവസഭയ്ക്കകത്ത് നീ ഉറപ്പോടെ നിൽക്കണം.
ഹല്ലേലൂയ. അപ്പൊ അനേക സന്ദർഭങ്ങൾ നിങ്ങളുടെ പ്രാണൻ കലങ്ങിയേക്കാം. പല സന്ദർഭങ്ങളിലും പല സാഹചര്യങ്ങളിലും നിങ്ങളുടെ പ്രാണൻ തകർന്നു പോകത്തക്ക നിലയിലുള്ള സാഹചര്യങ്ങൾ നിങ്ങളെ അലട്ടാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. നിങ്ങളെ നശിപ്പിച്ച് കളയാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, നിങ്ങൾ അതിനകത്തൊന്നും വീണ് പോകാതെ നിങ്ങൾ എപ്പോഴും നിങ്ങളെ സൂക്ഷിക്കണം. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്. ഹല്ലേലൂയ. ദാവീദിന്റെ ഹൃദയം പോലും, ദാവീദിന്റെ ആത്മാവ് പോലും കലങ്ങി. ദാവീദ് അതുകൊണ്ടാണ് പറഞ്ഞത്. സ്തോത്രം. ഹല്ലേലൂയ. സങ്കീർത്തനം 42 വരുമ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. 42 സങ്കീർത്തനം അതിന്റെ 5 വാക്യത്തിലേക്കൊക്കെ വരുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. അവിടെ ഇങ്ങനെ എഴുതുന്നു. 42 സംഖ്യ 5 വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ എഴുതിക്കുന്നു: എന്റെ ആത്മാവെ നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നത് എന്ത്? ദൈവത്തെ പ്രത്യാശ വെക്കുക, അവൻ എന്റെ മുഖപ്രകാശരക്ഷയും എന്റെ ദൈവമത്രേ എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. ഇത് ദാവീദിന്റെ ആത്മാവ് പോലും കലങ്ങിപ്പോയി. ഹല്ലേലൂയ. ദാവീദിന്റെ ആത്മാവ് പോലും ഭാരപ്പെട്ടു. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, എന്റെ ആത്മാവേ ഹല്ലേലൂയ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുക. അതേപോലെ സ്തോത്രം. ദാവീദിന്റെ അടുക്കൽ ചോദിച്ചപ്പോൾ രാത്രിയും പകലും കണ്ണുനീർ തന്നെ അവൻ ആഹാരമായി തീർന്നു. അവൻ തന്റെ ആത്മാവിനെ നോക്കി, എന്റെ ആത്മാവെ നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നത് ദൈവത്തെ പ്രത്യാശ വെക്ക, എന്റെ മുഖപ്രകാശം എന്റെ രക്ഷയും ദൈവമാകുന്നു എന്നിങ്ങനെ അവൻ ഇനി അവനെ കുറിച്ച് പറയും സ്തുതിക്കുമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ വചനമൊക്കെ നമുക്ക് തരുന്നത് നമ്മൾ പാപത്തിൽ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ദാവീദിന്റെ ആത്മാവ് പോലും, ദാവീദിന്റെ പ്രാണൻ പോലും ഇത്രമാത്രം കഷ്ടത അനുഭവിക്കേണ്ടി വന്നെങ്കിൽ ഞാൻ നിങ്ങൾ അതിൽ വീണു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പുതിയ നിയമസഭയ്ക്ക് കർത്താവ് ശക്തമായി ഉപദേശം തരുന്നത്. രക്തജയം. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളുടെ പ്രാണന് ചുറ്റും വേലി കെട്ടി അടച്ചിരിക്കുന്നു. കർത്താവ് നിങ്ങളുടെ പ്രാണന് ചുറ്റും വേലി കെട്ടി അടച്ച് സൂക്ഷിച്ചിരിക്കുക. സ്തോത്രം. എങ്ങനത്തെ വേലിയ കർത്താവ് നമ്മുടെ പ്രാണന് ചുറ്റും കെട്ടിയടച്ച് സൂക്ഷിച്ചിരിക്കുന്നതെന്ന് സക്രിയാവിന്റെ പുസ്തകത്തിൽ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. സക്രിയ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ 2-ാം അധ്യായം 5-ാമത്തെ വാക്യം വായിക്കുന്നു: എന്നാൽ ഞാൻ അതിന് ചുറ്റും തീമതിലായിരിക്കും, ഞാൻ അതിന്റെ അലിയ നടുവിൽ മഹത്വമായിരിക്കും. അത് ദൈവത്തിന്റെ ശരീരമാകുന്ന, ദൈവത്തിന്റെ തോട്ടമാകുന്ന, അല്ലെങ്കിൽ ദൈവത്തിന്റെ തോട്ടമാകുന്ന നമ്മുടെ ശരീരത്തെ വീണ്ടെടുത്ത് നമ്മുടെ ഉള്ളിൽ നീരോറമായി പകർന്നിരിക്കുന്ന പ്രാണനെ, നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്ന പുതിയ ഹൃദയത്തെ, നമ്മളിൽ പകർന്നിരിക്കുന്ന ആത്മരക്ഷയെ തകർത്ത് കളയാതിരിക്കാൻ വേണ്ടി ദൈവത്തിന്റെ ശരീരമാകുന്ന തോട്ടത്തെ, ദൈവത്തിന്റെ സഭയാകുന്ന തോട്ടത്തെ ദൈവം ഹല്ലേലൂയ അതിനു ചുറ്റും തീമതിലായിരിക്കും. നമ്മുടെ കർത്താവ് നമുക്ക് ചുറ്റും എന്താണ്? തീമതിലായിരിക്കും. ഹല്ലേലൂയ. ഞാൻ അതിന്റെ നടുവിൽ മഹത്വമായിരിക്കും. നമ്മുടെ കർത്താവ് നമുക്ക് തീമതിലായിരുന്നിട്ടും പലരും ആ തീക്കകത്തോട് ചാടിപ്പോകുന്നു. ഇന്ന് സഭയ്ക്കകത്ത് സഭയെ തീമതിൽ കൊണ്ട് ദൈവം കെട്ടിയടച്ച് സൂക്ഷിച്ച് അതിന്റെ മഹത്വമായി കർത്താവ് തീർക്കുക. എന്നിട്ടും ചിലതൊക്കെ കിട്ടുമ്പോട്ടും ചാടിപ്പോകുന്നു സഭയ്ക്കകത്തുനിന്ന്. ഇപ്പൊ അക്കരെ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്ന് പറയുന്ന പോലെ ചിലർക്കൊക്കെ ദൈവസഭയ്ക്കകത്ത് നിന്നങ്ങോട്ട് ഉറപ്പ് വരത്തില്ല. അക്കരെയാണോ നല്ലത്, ചില അക്കരെ ചില പറഞ്ഞു ഇക്കരെയാണ് നല്ലതെന്ന്. ഇങ്ങനെ തീമതിനകത്ത് ചാടിപ്പോകുന്ന അനവധി ആളുകൾ ഇന്നുകൊണ്ട് കേട്ടോ. നീ അങ്ങനെ ഒന്നും ആകരുത്. നീ എന്റെ കർത്താവിന്റെ കെട്ടിയടച്ച തോട്ടമാണ്. പ്രൈസ്. അടച്ചിരിക്കുന്ന നീരുറവാ നീ നിന്നെ നശിപ്പിച്ച് കളയരുത് സഹോദര സഹോദരി. നീ യേശുവിന്റെ സ്വന്തമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് സ്തോത്രം. യഹോവയുടെ ദൂതൻ, അങ്ങനെ ദൈവം നമുക്ക് തീമതിലായി നമ്മുടെ കർത്താവിന്റെ മഹത്വമായി ഇരിക്കുമ്പോൾ കെട്ടിയടച്ച തോട്ടമായ ദൈവസഭയ്ക്ക് യഹോവയുടെ ദൂതൻ തന്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയം ഇറങ്ങി അവരെ വിടുവിക്കുന്നു. 34 സംഗതി 7-ാം വാക്യം വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ആകയാൽ നിങ്ങൾ കലങ്ങാതിരിക്കുവിൻ, നിങ്ങൾ കെട്ടിയടച്ചിരിക്കുന്ന നീരുറവാകുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് സങ്കീർത്തനം 127 വായിക്കുന്നത്, യഹോവ ഒരു ദോഷവും തട്ടാതോളം നിന്നെ പരിപാലിക്കും, അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. അതെ, ഒരു തീമതിലും കോട്ടയമായി നിന്നെ കെട്ടിയടച്ച് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ദൈവം. ഹല്ലേലൂയ. ഒരു ദോഷവും തട്ടാതോളം നിന്നെ പരിപാലിച്ച് അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ഇത് മകൻ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നമ്മൾ ഉത്തമഗീതത്തിൽ വായിച്ചത് എന്താണ്? ഹല്ലേലൂയ. ഉത്തമഗീതത്തിൽ എന്റെ സഹോദരി, ഹല്ലേലൂയ. ഞാൻ പറയാം, എന്റെ സഹോദരി, ഹല്ലേലൂയ. സ്തോത്രം. അവിടെ പറയുന്നത് അല്ലേ സ്തോത്രം. എന്റെ സഹോദരി, എന്റെ കാന്ത, കെട്ടിയടച്ചിരിക്കുന്ന തോട്ടം, ഒരു തോട്ടം, അടച്ചിരിക്കുന്ന ഒരു നീരുറവ്, മുദ്രയിട്ടിരിക്കുന്ന ഒരു കിണറ്. ഉത്തമഗീത ഇത്ര ശ്രേഷ്ഠമായ രീതി, അലങ്കാരികമായ രീതിയിൽ തന്റെ സഭയെക്കുറിച്ച് വർണ്ണിക്കുമ്പോൾ, ഹല്ലേലൂയ, പ്രിയന്റെ ആഗ്രഹവും പ്രശംസയുടെ പ്രകടമാക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പരിസ്ഥിതി നമ്മുടെ കർത്താവ് നമ്മളെ എത്രമാത്രം സ്നേഹിക്കുന്നു, കരുതുന്നു. കർത്താവിന് എത്രമാത്രം ആഗ്രഹമാണ് തന്റെ സഭയോട്, എത്രമാത്രം പ്രശംസയാണ്. അതിനെ നീ തകർത്ത് കളയാതെ നീ കർത്താവിന്റെ വരവ് വരെ അന്ത്യത്തോളം വിശുദ്ധ ജീവിതം നയിക്കണം.
അല്ലേരിയ കീതാമേ, നിന്റെ ശരീരമാകുന്ന തോട്ടത്തെ കെട്ടിയടച്ചതാ. നിന്റെ ഉള്ളിലേക്ക് നീരുളമാകുന്ന പ്രാണനെ ദൈവം കെട്ടിയടച്ച് തീമതിയിൽ കോട്ടയാ. നീ അതിനകത്ത് ഉറച്ചു നിൽക്കണം. കർത്താവിന്റെ വരവരെ നിനക്ക് നിത്യമായി സ്വർഗത്തിലെത്തണമെങ്കിൽ, നിത്യമായി പരദേശിലെത്തണമെങ്കിൽ നീ കർത്താവിന്റെ മണവാട്ടിയായി വിശുദ്ധ ജീവിതം നയിക്കണം. അവയെ പോലെ നീ ചാടിപ്പോകരുത്, ആദമിനെ പോലെ ചാടിപ്പോകരുത്. തോട്ടം നഷ്ടമാകും, ദൈവസഭയിൽ നീ പുറത്താകും. അല്ലേലൂയ. അതുകൊണ്ടൊരു മടങ്ങി വരവിന് വേണ്ടി ദൈവം നിന്നെ ഏൽപ്പിക്കുക. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. കണ്ണുകളടച്ചാട്ട് ആരെങ്കിലും അല്ലുയ ഈ വചനം കേട്ട് മാനസാന്തരപ്പെട്ട് കർത്താവിന്റെ കെട്ടിയടച്ച തോട്ടമായി ദൈവസഭയായി അവന്റെ അരികിൽ കടന്നു വന്ന് കർത്താവിനോട് ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ കർത്താവ് നിന്റെ കുടുംബത്തെയും അനുഗ്രഹിപ്പാൻ കാരണമാകും. നിന്റെ ജീവിതത്തെയും അനുഗ്രഹിക്കും. അതെ, നീ ലോകപ്രകാരം ജീവിക്കാതെ കർത്താവിന് വേണ്ടി നിൽക്കണം. അതിനായി ഏൽപ്പിച്ചു കൊടുത്താട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. വചനം കേട്ടുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരുടെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. ചെറിയൊരു വലിയൊരു ധരാടിനും കർത്താവ് ഈ ലോക ജാതി മത വർഗവർണ്ണ വ്യത്യാസമില്ലാതെ കുടിതൊട്ട് കൊട്ടാരത്തി വരെയുള്ളവരെ ദൈവങ്ങൾ ഏൽപ്പിക്കുന്നു. വില്ലേജ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണ മേധാവികൾ, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, രാഷ്ട്രങ്ങളെ ഭരിക്കുന്ന രാജാക്കന്മാർ, രാജ്യങ്ങൾ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങളെ, ദ്വീപുകളെ, ആദിവാസി ട്രൈബൽ മേഖല ആയിരിക്കുന്നവരെ, കരസേന, വ്യോമസേന, അന്യയുടെ അതിർത്തികൾക്ക് BSF, CRPF, ഭാവികൾ, നിയമ നിർമ്മാണ രംഗത്ത് ക്രമസമാധാന പാലകരെ, രഹസ്യാന്വേഷണ വിഭാഗങ്ങളെ, പോലീസിന്റെ ജുഡീഷ്യറി, വിവിധ വിഭാഗങ്ങളെയും കരയിൽ കടലിൽ അവകാശമാർഗം വാഹനം ഓടിക്കും, വാഹന യാത്ര ചെയ്യുന്നവർ, സഞ്ചരിക്കുന്നവർക്ക്, ഭാവി ഇതിന്റെ നിർമ്മിതാക്കൾ, അതിന്റെ സെയിൽസുകാരെ ഒക്കെ ഓർക്കുന്നു. കടലോര വാസികളെ, തീരദേശവാസികളെ, ആമി മത്സ്യബന്ധനെ കടന്നുപോയിരിക്കുന്നവരെ, കർത്താവി സ്രോത സമുദ്രത്തെ ആഴങ്ങൾ, ഖനികളിൽ, കമ്പനികൾ, ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നവർ, വിധമായി വലുതും ചേർന്ന് എന്റെ വ്യാപാരികൾ, വ്യവസായ വഴിയോര കച്ചവടക്കാരെ, അല്ലൊരു കൺസ്ട്രക്ഷൻ മേഖലയും മെക്കാനിക്കൽ മോട്ടോർ രംഗത്തും കർത്താവ് യൂണിയൻ രംഗത്തും ആയിരിക്കുന്നവർ, അല്ലൊരിയ ക്ഷീരമേഖലയും കാർഷിക മേഖലയും വ്യാപാര രംഗത്തും ആയിരിക്കുന്നവരെ, ആരോഗ്യമേഖല, വിദ്യാഭ്യാസ മേഖല, എല്ലാ സാമ്പത്തിക മേഖലയിലും പൊതുമേഖലയിലും ഒക്കെ ആയിരിക്കുന്നവരെ കർത്താവിന്റെ കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവി സ്തോത്രം, അല്ലൊരിയ കർത്താവി സ്തോത്രം. വിധ മദ്യത്തിനും മയക്കും മനസ്സിലാക്കി അടിമപ്പെട്ട് കിടക്കുന്ന പാപജീവിതത്തിൽ വീട് കിടക്കുന്നവരെ, ആമി കേരളത്തിലും ഭാരതത്തിലും വിദേശ രാജ്യങ്ങളും വിവിധ സ്ഥലങ്ങളിൽ ജോലിയെ കടന്നുപോയി പഠിക്കാൻ കടന്നുപോയിരിക്കുന്നവർ, മത സാമൂഹിക സാംസ്കാരിക സംഘടന, അനഗത ചരിത്രമാധ്യ മീഡിയ രംഗത്തെ സയന്റിസ്റ്റ്, എഞ്ചിനീയർമാർ, ഭാവിയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ ഭരണദൃശ്യ പാർട്ടികളെ ഏൽപ്പിക്കുന്നു. ദുരുപദേശകന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സകല ദുഷ്ടതയും പ്രവർത്തിക്കുന്ന സകല ജനങ്ങളും മാനസാന്തരം മടങ്ങി വന്ന് കർത്താവ് യേശുവിന്റെ ആത്മരക്ഷ ബാധിച്ച് കർത്താവ് കെട്ടിയടച്ച തോട്ടമായി കർത്താവിന്റെ വരവിനായി ഒരുങ്ങുവാൻ ജനത്തെ ഒരുക്കണമേ. ശേഷത്തിലും ബാല്യത്തിലും കൗമാരി യൗവനത്തിലും വാർദ്ധക്യത്തിലും ധ്യാനപ്പെടുത്തൽ സഭയാച ഓർഫനേജ് ഓർഡേജ് തടവറയിലായിരിക്കുന്നവർക്കായി നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവിന്റെ വേലയെ സ്നേഹിച്ച് വിദേശത്തും വിദേശവുമായി കടന്നുപോയി പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി, കഷ്ടം സഹിക്കുന്നവർക്കായി, ജയിലിൽ കിടക്കുന്നവർക്കായി നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ വിടുതൽ ജനത്തിന് കൊടുക്കണമേ. വിദേശ രാജ്യം ജോലിക്കായി കടന്നുപോയി കഷ്ടം സഹിക്കുന്ന, വേദന അനുഭവിക്കുന്ന, വിസ നഷ്ടപ്പെട്ടവർ, നാട്ടിൽ കടന്നു കഴിയാതെ ഭാരപ്പെടും, ജയിലുകൾ അടയ്ക്കപ്പെട്ടവർ, അല്ലെങ്കിൽ വിദേശ രാജ്യ ജോലിയെ കടന്ന് സൗകര്യമാർ പീഡിപ്പിക്കപ്പെടും, ഉപദ്രവിക്കപ്പെടുമ്പോൾ അതിന്റെ നടുവിലെല്ലാം ദൈവ സാന്നിധ്യം അയച്ചു കർത്താവിനെ വേർതിരിച്ച് കർത്താവിന് വേണ്ടി കെട്ടിയടച്ച തോട്ടമായി സഭയായി ഈ ജനത്തെ വേർതിരിച്ച് കർത്താവിന്റെ വരവിനായി ഒരുമാറ്റയാകണമേ. സ്കൂളുകളൊക്കെ തുറക്കുന്ന കർത്താവിന്റെ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ സുരക്ഷിതമായി പോയി അടങ്ങി വരുവാൻ സ്കൂൾ വാഹനങ്ങളെ ഓടിക്കുന്നവരെ ദൈവം സൂക്ഷിക്കണമേ. അവരൊക്കെ വളരെ വിശുദ്ധിയോടെ സുബോധത്തോടെ വാഹനം ഓടിക്കണമായി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞു കാലവർഷങ്ങളൊക്കെ ഭാവി ജനത്തിനും കുഞ്ഞുങ്ങൾക്കും ഒന്നും ദാക്ഷിണ്യമായി തീരാതെ കാലവർഷമൊക്കെ ആവശ്യമാണ്, മഴയൊക്കെ ആവശ്യമാണ്. അതിന്റെ സാധാരണ രീതി പ്രകൃതിയെ നിയന്ത്രിച്ച് അപകടങ്ങളും അനർത്ഥങ്ങളില്ലാതെ കർത്താവിന്റെ ദേശത്തെ സൂക്ഷിക്കണമേ. കേരളത്തെ, ഭാരതത്തെ സൂക്ഷിക്കണമേ. ലോക രാജ്യങ്ങളെ സൂക്ഷിക്കണം. 800 കോടി ജനത്തിന്റെ വിടുതലും രക്ഷയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. സകല മഹത്വം എടുക്കണം യേശു കർത്താവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.